എടി പാത്രമൊക്കെ ഞാൻ കേക്ക് വെച്ചേക്കുന്നു. പിന്നെ വാഷിംഗ് മെഷീനിൽ തിരുമ്പാണ് ഞാൻ കൊണ്ടിട്ടും ചെയ്തു. പിന്നെ എൻ്റെ കാൽമ തേക്കാനുള്ള തൈലേ ഞാൻ അവിടെ ചൂടാക്കി വെച്ചേക്കോട്ടോ. ഞാൻ പോകണം കേട്ടോ. എല്ലാ പണിയാളും മൂപ്പര് ചെയ്യുന്നുണ്ട്, എന്നാലും ഒരു സ്നേഹമില്ല. എന്നെ കൊണ്ട് ഇപ്പത്തിനും കഴിയൂലല്ലോ, അതായിരിക്കും. അങ്ങനൊന്നുമില്ല, എന്നാലും ഒരു സ്നേഹക്കുറവ് വെച്ചിങ്ങനെ തോന്നുക. ഇമ്മങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ തൈലം തേച്ചിക്കാണ്ട് ഈ സിറ്റോട്ടിൽ വന്നിരിക്കരുതെന്ന്. എന്റെ കൂട്ടുകാരന്മാർ വരാഞ്ഞതാണ്. എന്താടാ? അതൊന്നുമില്ല, ഇമ്മ ഈ തൈലം തേച്ചിക്കാണ്ടേ ഈ സിറ്റോട്ടിൽ വന്നിരിക്കണേ. എന്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, അപ്പൊ ഇവിടെ ഒരു തൈലത്തിന്റെ മണയി കാലം. ഇമ്മ തൈലം തേച്ചിക്കാണ്ട് ഈ ബാക്കറേറ്റേ അടുക്കളയിൽ വന്നിക്കാണ്ടേ ചായയും കടി ഉണ്ടാക്കി തരുമ്പോഴേ രാവിലെ അത് മുണുങ്ങും. അപ്പൊ എനിക്ക് തൈലത്തിന് വേണമെന്നില്ലല്ലേ? ഇമ്മ എവിടെ ഇരിക്കണ്ടെന്ന് ഇമ്മ തീരുമാനിച്ചോളൂ. ചിലപ്പോൾ അമ്മ അടുക്കളയിലിരിക്കും, ചിലപ്പോൾ റൂമിലിരിക്കും, ചിലപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും. ഇജ്ജത് നോക്കണ്ട കേട്ടോ. അല്ലെങ്കിലും എന്നെ കണ്ടിട്ടൊന്നുമല്ല, ഓളെ നോക്കാൻ എനിക്ക് വയ്ക്കൂ. ഇജ്ജ് ഈ കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ. ഇമ്മാനെ ഉപദേശിക്കാൻ വന്നേക്കണു. ഇത് എന്തിനവിടെ വന്നിരിക്കണ്ടെന്ന് എനിക്കറിയോ? ഇജ്ജ് വരൻ്റെ നേരം കഴിഞ്ഞു, എന്നെ കാണായിട്ട് വന്നിരിക്കുകയാണ് ഇത് ഇവിടെ. എടാ, ഇത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില അറിയില്ല, ഇതില്ലാതാകുമ്പോഴാണ് എനിക്ക് അതിൻ്റെ വില അറിയുള്ളൂ.